ഹലോ ഗൈസ്, കോഡ് ബാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ടു ഡു പ്രോജക്റ്റ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ടു ഡു പ്രോജക്റ്റ് ഉണ്ട്. ഈ ഒരു പ്രോജക്റ്റിനെ നമ്മൾ ലൈവായിട്ട് സെർവറിലോട്ട് ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചാനലിലോട്ട് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ടു ഡു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ദെൻ ഡിലീറ്റ് ചെയ്യാം, ഇങ്ങനെ ഫീച്ചേഴ്സാണുള്ളത്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് പോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാനിവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എടുത്തിട്ട് ഈ ഒരു ലിങ്കിലിട്ട് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടുന്ന് തുടങ്ങാൻ പോവാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുന്നത് വെച്ചാൽ ഗിറ്റ് ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗിറ്റ് ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തിരിച്ചു വരിക. ഓക്കെ, ഈ ഒരു ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ ഉള്ള ട്യൂട്ടോറിയലാണ്. നിങ്ങൾ മാക്കോ വിൻഡോസോ ഏതാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. വിൻഡോസ് ആണെങ്കിൽ ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു 2 കമാൻഡ്സ് CMDയിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങളെ ഗിറ്റിൻ്റെ കാര്യങ്ങൾ റെഡിയായി. അത് നിങ്ങളത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ച് ട്യൂട്ടോറിയലിലേക്ക് വരിക. എന്നതിന് ശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് മേക്ക് എ കോപ്പി ഓഫ് യുവർ പ്രോജക്റ്റ് ഓർ യൂസ് എ സെപ്പറേറ്റ് ഗിറ്റ് ബ്രാഞ്ച്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഗിറ്റ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുമെങ്കിൽ, നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോജക്റ്റിൽ സെപ്പറേറ്റ് ഒരു ഗിറ്റ് ബ്രാഞ്ച് തുടങ്ങുക. ഹെറോക്കുന്നോ അങ്ങനെ എന്തെങ്കിലും. നമ്മൾ ബൈ ദ വേ ഉപയോഗിക്കുന്ന ഹോസ്റ്റിംഗ് പ്രൊവൈഡർ ഹെറോക്കു ആണ്, ഫ്രീ ആണ് ഹോസ്റ്റിംഗ് ഒക്കെ. അപ്പം നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ, ഗിറ്റ് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ബ്രാഞ്ച് തുടങ്ങിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, അല്ല നിങ്ങൾ ഗിറ്റ് പരിചയമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പ്രോജക്റ്റിൻ്റെ ഒരു കോപ്പി, ഫ്രഷ് കോപ്പി നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുക വേറൊരു ലൊക്കേഷനിൽ. ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു കോപ്പി ഉണ്ടാക്കുന്ന മെത്തേഡാണ്, കാരണം എല്ലാവർക്കും ഗിറ്റ് പരിചയം ഉണ്ടായിക്കോണമെന്നില്ല. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഗിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ ഒരു ഇതിലെത്തുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കാൻ പോകണം. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫ്രഷ് കോപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ടു ഡു പ്രോ എന്നുള്ളൊരു ഫോൾഡറിൽ നമ്മൾ ടു ഡു ആപ്ലിക്കേഷൻ എന്താണ് നമ്മളെ മെയിൻ ആപ്ലിക്കേഷൻ്റെ ഫോൾഡർ. ഓക്കെ, അതാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം അത് ഫ്രഷ് കോപ്പി റെഡിയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് മേക്ക് ഷുവർ യുവർ വിർച്വൽ എൻവിറോൺമെൻറ്റ് ഈസ് ആക്ടിവേറ്റഡ്. അതായത് നിങ്ങളെ വിർച്വൽ എൻവിറോൺമെൻറ്റ് ആക്ടിവേറ്റ് ആയിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തണം. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ വിർച്വൽ എൻവിറോൺമെൻറ്റ് ആക്ടിവേറ്റഡ് ആണ്. അതായത് ആ ഒരു നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാകും, ഈ ഒരു വെൻവ് എന്നുള്ള ഫോൾഡർ ഉണ്ട് എനിക്കിവിടെ, വിർച്വൽ എൻവിറോൺമെൻറ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഞാൻ ടു ഡൂവിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ ടു ഡു പ്രോൻ്റെ ഉള്ളിലാണല്ലോ വെൻവ്. അപ്പം call.// എന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്ത് വന്നിട്ട് വെൻവ് സ്ക്രിപ്റ്റ്സ് ആക്ടിവേറ്റ്, ആ ഒരു ആക്ടിവേറ്റ് ഞാൻ വിളിച്ചു. അപ്പം എൻ്റെ വിർച്വൽ എൻവിറോൺമെൻറ്റ് ആക്ടിവേറ്റ് ആയി. അപ്പം ഇതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി നമ്മൾ വരുന്നത് ആഡ് യുവർ requirements.txt എന്നുള്ള അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജുകൾ, ഞാനത് Ctrl+C അടിച്ച് സെർവർ ക്ലോസ് ചെയ്തു. നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജുകൾ ഈ ഒരു വിർച്വൽ എൻവിറോൺമെൻറ്റിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പാക്കേജുകൾ നമ്മൾ requirements.txt എന്നുള്ള ഒരു ഫയലിലേക്ക് മാറ്റി. അത് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ടു ഡൂവിൻ്റെ ഉള്ളിലായിട്ട് requirements.txt എന്നുള്ളൊരു ടെക്സ്റ്റ് ഫയൽ, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5ാമത്തെ സ്റ്റെപ്പ് ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ടിപ്പ് ഫ്രീസ് 4ാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ settings.py നമ്മൾ ഈ ഒരു ലൈൻ ഓഫ് കോഡ് എഴുതണം. ഇതെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് റൂട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിക് ഫയൽസൊക്കെ നമ്മൾ ഇതിൽ ഒരു ജാങ്കോയിൽ ഒരു കമാൻഡ് ഉണ്ട്, python manage.py കളക്ട് സ്റ്റാറ്റിക് എന്നുള്ളൊരു എന്തുണ്ട് കമാൻഡ് ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോഴുള്ള എല്ലാ സ്റ്റാറ്റിക് ഫയൽസ് പ്ലസ് ഈ നമ്മളെ ജാങ്കോൻ്റെ ബിൽറ്റിൻ അഡ്മിൻ പാനലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അവിടെയുള്ള ആ CSS, ആ ജാവാസ്ക്രിപ്റ്റ്, ആ സ്റ്റാറ്റിക് ഫയൽസും ഇതെല്ലാം കൂടി ഡംപ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അതായത് നമ്മൾ സ്റ്റാറ്റിക് റൂട്ടിൽ ഏതാണോ പാത്ത് കൊടുത്ത് ആ ഒരു പാത്തിലേക്കായിരിക്കും എല്ലാ ഫയൽസും വന്ന് എന്താവുക, മൂവ് ആവുക. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈൻ ഓഫ് കോഡ് ഞാനിവിടെ settings.py, അതായത് ഞാൻ അതിന് മുമ്പ് ഈ ഒരു പ്രോജക്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, പൈച്ചാമിൽ ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പം ഞാനിവിടെ CMD എന്നടിച്ചിട്ട്
പൈച്ചാം 64 ഡോട്ട് എന്ന് അടിച്ചു. എൻ്റെ ഇത് വർക്ക് ചെയ്യും, നിങ്ങളിതിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പൈച്ചാമിൽ ഈ ഒരു ഡയറക്ടറി ടു ഡു എന്നുള്ള ഡയറക്ടറി ഒന്ന് ഓപ്പൺ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പൈച്ചാം ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ settings.py സെറ്റിങ്സിൽ ഞാൻ ഈ ഒരു ലൈൻ ഓഫ് കോഡ് നമ്മളിവിടെ പറഞ്ഞു, ഈ ഒരു ലൈൻ ഓഫ് കോഡ് കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് അത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ os.path.join നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ബേസ് ഡയറക്ടറിയിൽ സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡറേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളക്ട് സ്റ്റാറ്റിക് അടിക്കുമ്പോൾ സ്റ്റാറ്റിക് ഫയൽസ് ഒക്കെ വരേണ്ടത് ഈ ഒരു ഫോൾഡറിലാണ്. ഓക്കെ, ബേസ് ഡയറക്ടറിയിൽ സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡർ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ വരുന്നത് മേക്ക് ഹെറോക്കു അക്കൗണ്ട്, ഒരു ഹെറോക്കു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഹെറോക്കു ആണ് ഞാൻ പറഞ്ഞു നമ്മൾ ഹോസ്റ്റിംഗ് പ്രൊവൈഡർ, അതായത് ഒരു പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് പ്രൊവൈഡറാണ് ഹെറോക്കു. വളരെ ഈസിയാണ് ഹോസ്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഫ്രീ ആണ്. അപ്പം ഇതിൽ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. എന്നതിന് ശേഷം ഞാൻ ആ ഒരു പ്രൊസീജിയർ ഞാൻ ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പം ഈ ഒരു ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ചു വരും. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഹെറോക്കു CLI, അതായത് ഹെറോക്കു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, അതായത് നമ്മൾ ഹെറോക്കുമായി കമാൻഡ് ലൈൻ വെച്ച് നമ്മൾ CMD വെച്ച് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവരൊരു സോഫ്റ്റ്വെയറാണ് ഹെറോക്കു CLI. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ, നിങ്ങൾ മാക് ആണെങ്കിൽ അതുപോലെ ചെയ്യാം. ഇവിടെ ഇൻസ്റ്റാളേഷൻ്റെ ലിങ്ക് എല്ലാം ഉബുണ്ടു ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതുപോലെ ലിനക്സിന് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വരിക. എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കോൺഫിഗർ ജാങ്കോ ഹെറോക്കു. ഇത് ജാങ്കോൻ്റെ ഹെറോക്കുവിൻ്റെ സൈഡിലുള്ള ജാങ്കോ ഡെപ്ലോയ് ചെയ്യാനുള്ളൊരു സെപ്പറേറ്റ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതാണ് ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൽ ആദ്യം അവർ പറയുന്നത് ഒരു പ്രോക്ക് ഫയൽ. ഓക്കെ, ഒരു പ്രോക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രോക്ക് ഫയൽ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഒരു എവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ, അതായത് എവിടെ നിന്നാണ് നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു ഫയലാണ്. ഓക്കെ, പ്രോക്ക് ഫയൽ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ റൂട്ട് ഡയറക്ടറിയിൽ ടു ഡുവിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂ ഫയൽ എന്നതിന് ശേഷം ആ ഫയലിന് പ്രോക്ക് ഫയൽ എന്ന് പേരിടുക, ഇതേപോലെ ഈ ഒരു പേര്. ഓക്കെ, എന്നതിന് ശേഷം എൻ്റർ അടിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോക്ക് ഫയലിന് എക്സ്റ്റൻഷൻസ് ഒന്നും പാടില്ല, അതായത് .txt എന്നോ അങ്ങനെയൊന്നും പാടില്ല. ജസ്റ്റ് പ്യൂർ പ്രോക്ക് ഫയൽ എന്ന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അത് ചെയ്തതിന് ശേഷം ഈ ഒരു ലൈന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ മൈ പ്രൊജക്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഈ WSGI എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫയലാണ് അവർ ഉദ്ദേശിക്കുന്നത്. WSGI.py ഈ ഒരു ഫയൽ, വെബ് സെർവർ ഗേറ്റ് വേ ഇൻ്റർഫേസ്, ഈ ഒരു ഫയലാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനാണ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ മൈ പ്രൊജക്റ്റ് എന്നുള്ളത് അവർ ഡെമോയിൽ അവർ ഇതിൽ കൊടുത്താണ്. നമ്മളിവിടെ ഈ ഒരു ഫയൽ കിടക്കുന്നത് ടു ഡു എന്നുള്ള ഡയറക്ടറിയിലാണ്. അപ്പം നമ്മൾ ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ടു ഡു എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു ഫയൽ. ദെൻ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മൾ യൂണിക്കോണാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവർ തന്നെ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ വെബ് സെർവർ, അതായത് നമ്മൾ ജാങ്കോ ആപ്ലിക്കേഷന് സെർവ് ചെയ്യാനായിട്ടുള്ള സെർവറാണ്, പ്രൊഡക്ഷൻ വെബ് സെർവറാണ് യൂണിക്കോണ്. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മൾ ഈ ടെർമിനലിൽ വരിക. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടെർമിനൽ ഇവിടെ നമ്മൾ ഓപ്പൺ ആക്കി നമ്മളെ വെൻവൊക്കെയുള്ള ആക്ടിവേറ്റ് ആയിട്ടുള്ള ആ ഒരു ടെർമിനലിൽ കിട്ടും. ആ ഒരു ടെർമിനൽ വന്നതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യുക പിപ്പ് ഇൻസ്റ്റാൾ യൂണിക്കോൺ. എന്നതിന് ശേഷം നമ്മൾ തിരിച്ച് ആ ട്യൂട്ടോറിയലിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം ബി ഷുവർ ടു ആഡ് യൂണിക്കോൺ ടു requirements.txt, അതായത് നമ്മൾ ആ പിപ്പ് ഫ്രേസ് എന്നുള്ള കമാൻഡ് അടിക്കാനാണ് പറയുന്നത്. എന്നാലുള്ളൂ യൂണിക്കോൺ ഇപ്പോൾ requirements.txt പോകുള്ളൂ. എന്നതിന് ശേഷം നമ്മൾ അടുത്തൊരു പാക്കേജ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം, ജാങ്കോ ഹെറോക്കു എന്നുള്ള പാക്കേജ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡാറ്റാബേസും കാര്യങ്ങളുടെയൊക്കെ ആ ഒരു ഇൻഫർമേഷൻ നമ്മളെ ആപ്ലിക്കേഷനിൽ ഓട്ടോമാറ്റിക് വരുത്താനൊക്കെ ആയിട്ടുള്ള ഒരു പാക്കേജാണ്. ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഇവർ പറയുന്ന പോലെ requirements.txt എടുത്താൽ നമ്മൾ ടിപ്പ് ഫ്രീസ് ഈ ഒരു കമാൻഡ് അടിക്കുന്നു. ഓക്കെ, അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സെറ്റിങ്സിൻ്റെ ടോപ്പിലായിട്ട് settings.py ടോപ്പിലായിട്ട് നമ്മൾ ഈ ഒരു ഇമ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ പൈച്ചാമിലേക്ക് പോയാൽ settings.py ടോപ്പിലായിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഈ ഒരു ലൈൻ ഓഫ് കോഡ് ഇട്ടു, ജാങ്കോ ഹെറോക്കു. എന്നതിന് ശേഷം നമ്മൾ ബോട്ടം നമ്മൾ സെറ്റിങ്സിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ ഒരു 2 ലൈനും നമ്മൾ ഇടുക. ഓക്കെ, അപ്പോൾ താഴെയായിട്ട് നമ്മൾ ഇവിടെ കൊടുന്നിട്ടു 2 ലൈൻ. ഓക്കെ, ഇതാണ് ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ഡാറ്റാബേസിൻ്റെ ആ ഇൻഫർമേഷനൊക്കെ ലോഡ് ചെയ്യുന്ന ഒരു ലൈന്. ഓക്കെ, അതിനാണ് നമ്മൾ ജാങ്കോ ഹെറോക്കു എന്നുള്ള പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് നേരെ നമ്മളെ ഗിറ്റ് ഹബിലേക്ക് തന്നെ ബാക്കിൽ വന്നാൽ നമ്മളിപ്പം ഈ ഒരു ഇത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതാണ്, അതായത് നമ്മൾ ഈ ഹെറോക്ക് വർക്ക് ചെയ്യുന്നത് ഗിറ്റിൻ്റെ ബേസിലാണ്. ഗിറ്റാണ് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ബേസ്, അതായത് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പം ഗിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു നിങ്ങൾക്ക് തീരെ ഗിറ്റ് പരിചയമില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ആണ്. ഞാൻ ഗിറ്റിൻ്റെ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് വാച്ച് ചെയ്യുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഈ ഒരു പ്രോജക്റ്റിനെ ഗിറ്റ് റെപ്പോസിറ്ററി ആക്കണം. അതിനുള്ള കമാൻഡ്സാണിത്. നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്താലും മതി. ഇതത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, ഗിറ്റ് ഇനിറ്റ് നിങ്ങൾ ഈ ഒരു നിങ്ങളെ CMDയിൽ എന്ത് ചെയ്യുക, ഗിറ്റ് ഇനിറ്റ് എന്ന് അടിച്ചാൽ നമ്മളൊരു empty റെപ്പോസിറ്ററി ആയി നമ്മളെ ഈ ഒരു പ്രോജക്റ്റ്. ഇനി എന്ത് ചെയ്യുക, ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഗിറ്റ് കമ്മിറ്റ് -m നമ്മൾ ഫസ്റ്റ് കമ്മിറ്റ്. ഇത് ഈ 3 വരിയാണ് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഹെറോക്കുവിൽ ലോഗിൻ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു ഹെറോക്കു CLI നമ്മൾ ഉപയോഗിച്ച അതിനാണ്. നമുക്ക് ഈ ഒരു കമാൻഡ് ലൈൻ വഴി ഹെറോക്കുവിനായിട്ട് കോൺടാക്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ഹെറോക്കുവിൽ ലോഗിൻ ചെയ്യാൻ ഹെറോക്കു ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്താൽ വരും. അപ്പം നിങ്ങൾക്ക് ഹെറോക്കു ലോഗിൻ അടിക്കുമ്പോൾ ഇതുപോലെ ഹെറോക്കു ഈസ് ഇൻ റെക്കഗ്നൈസ്ഡ് ആസ് എ കമാൻഡ് എന്നോ അങ്ങനെ ഒരു എററാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടെർമിനൽ ക്ലോസ് ചെയ്യാം. എന്നതിന് ശേഷം നിങ്ങളൊന്നുകൂടി റീഓപ്പൺ ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെറോക്കു CLI ഇൻസ്റ്റാൾ ചെയ്താൽ അത് ആക്ടിവേറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ടെർമിനൽ ഒന്ന് റീലോഡ് ചെയ്യണം. എന്നാലേ അത് ഇവിടെ വരുള്ളൂ, നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ആ പാത്ത് സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പം അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എറർ വന്നാൽ ക്ലോസ് ചെയ്തിട്ടൊന്നുകൂടി റീഓപ്പൺ ചെയ്യുക. ഈ ഒരു ഡയറക്ടറി തന്നെ കേട്ടോ, ടു ഡു എന്നുള്ള ഡയറക്ടറിയിൽ. അതുപോലെ നിങ്ങൾ വെർച്വൽ എൻവറോൺമെൻറ്റ് ആക്ടിവേറ്റഡ് ആയെന്ന് ശ്രദ്ധിക്കണം, ആക്ടിവേറ്റ് ആവണം. ഓക്കെ, എന്നതിന് ശേഷം ഹെറോക്കു ലോഗിൻ അടിച്ചാൽ ഒരു ബ്രൗസർ ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പപ്പ് ആയിട്ട് നിങ്ങളവിടെ ലോഗിൻ ചെയ്യാനുള്ളൊരു ഇൻഫർമേഷൻ വരും. ഇവിടെ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുക, ക്യൂ അല്ലാത്ത ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുക. അപ്പം ഇതുപോലെ ഒരു ബ്രൗസറിൽ സ്ക്രീൻ വരും. അതിൽ ജസ്റ്റ് ലോഗിൻ അടിക്കുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ യൂസർ നെയിം പാസ്വേഡും ചോദിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ലോഗിൻ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യിപ്പിക്കും. ഞാൻ ഓൾറെഡി അവിടെ ലോഗിൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത കമാൻഡ്, ഈ ഒരു വിൻഡോ ഞാൻ ക്ലോസ് ചെയ്തു. അടുത്ത കമാൻഡ് ഹെറോക്കു ക്രിയേറ്റ് ആപ്പ് നെയിം. ഇനി ഇതാണ് നമ്മൾ ശരിക്കൊരു ആപ്ലിക്കേഷൻ ഹെറോക്കുവിൻ്റെ ഭാഗത്തു നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു കോപ്പി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സെർവറിൽ. ഈ ആപ്പ് നെയിം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളെ ആപ്ലിക്കേഷൻ നെയിം, അതായത് നിങ്ങൾ ഈ ഇപ്പോൾ ടു ഡു ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. അപ്പോൾ ടു ഡു എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അത് യുണീക്ക് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഹെറോക്കുവിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇത് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി അങ്ങനെ പേരുണ്ട്. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന പേര് ഇപ്പം കോഡ് ബാൻഡ് ടു ഡു ലിസ്റ്റ്, ഇങ്ങനെ ഒരു അത് കൊടുത്തു. കോഡ് ബാൻഡ് ടു ഡു ലിസ്റ്റ് നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം. പക്ഷേ അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരൊരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, നിങ്ങൾക്ക് കാണാം ക്രിയേറ്റിംഗ് ആ ഒരു ഇത് വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ കൊടുത്തത് .heroku.com ആണ് നമ്മുടെ URL വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഗിറ്റ് പുഷ് ഹെറോക്കു മാസ്റ്റർ ഈ ഒരു വരിയാണ്. അതായത് നമ്മളെ ഈ ലോക്കൽ റെപ്പോസിറ്ററിയിൽ നിന്ന് നമ്മളെ റിമോട്ട് ഹെറോക്കുവിലുള്ള ആ ഒരു റെപ്പോസിറ്ററിയിലേക്ക് നമ്മളെ എല്ലാ കണ്ടൻസും അങ്ങോട്ട് പുഷ് ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ട് പുഷ് ചെയ്യുക. ഇത് ഗിറ്റിൻ്റെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഗിറ്റ് നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാം, അതിന് ശേഷം വരെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പുഷ് ചെയ്യുന്നു, ഇവിടെ ഉള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അത്രേ ഉള്ളൂ. അത് കുറച്ച് പ്രോസസ്സ് കടന്നു പോകും ഇതിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡെപ്ലോയ് ടു ഹെറോക്കു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു URL ഇപ്പോൾ ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് അതിന് മുമ്പ് അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഹെറോക്കു ഓപ്പൺ എന്നിവിടെ ടൈപ്പ് ചെയ്താൽ ആ ഒരു URL ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൗസറിൽ വരും. അപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ ഒരു എറർ കാണുന്നുണ്ട് ഇവിടെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റാബേസ് ഇപ്പം നമ്മൾ അവിടെ ഹെറോക്കുവിൻ്റെ ഭാഗത്തുള്ള ഡാറ്റാബേസ് പറയുന്നത് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന PostgreSQL എന്ന് പറയുന്ന ഡാറ്റാബേസാണ്, പോസ്റ്റ്ഗ്രസ്. അപ്പം ആ ഒരു ഡാറ്റാബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെയുള്ള എല്ലാ നമ്മൾ കുറേ മൈഗ്രേഷൻ ഫയൽസ് ഉണ്ടല്ലോ, നമുക്ക് കുറേ ഒരു ടേബിൾ ഉണ്ട്, അപ്പോൾ അതിൻ്റെ മൈഗ്രേഷൻ ഫയൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടേബിൾ അവിടെ ഡാറ്റാബേസിലില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, മൈഗ്രേറ്റ് ചെയ്യണം. Python manage.py മൈഗ്രേറ്റ് അടിച്ചാൽ ആ ഡാറ്റാബേസിലേക്ക് പോകുള്ളൂ. അപ്പം ആ ഒരു ഇത് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡാറ്റാബേസ് ഇല്ല എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പം നമ്മളിവിടെ തിരിച്ചു വന്നാൽ ഇവിടെ ഒരു കമാൻഡ് നിങ്ങൾക്ക് കാണാം, ഹെറോക്കു റൺ Python manage.py റൺ സെർവർ മൈഗ്രേറ്റ് എന്ന് വെച്ചാൽ ഹെറോക്കു റൺ എന്ന് പറയുമ്പം ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഹെറോക്കുവിൻ്റെ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ സെർവറിലാണ്. അവിടെയാണ് ഇത് നടക്കുന്നത് ഈ ഒരു പ്രോസസ്സ്. Python manage.py മൈഗ്രേറ്റ് പറഞ്ഞാൽ ആ മൈഗ്രേഷൻ ഫയലൊക്കെ എടുത്ത് എന്ത് ചെയ്യും, അവർ മൈഗ്രേറ്റ് ചെയ്ത് ഡാറ്റാബേസിലെത്തിക്കും, അവരെ ഡാറ്റാബേസിൽ പോസ്റ്റ്ഗ്രസിൽ. ഓക്കെ, അപ്പം ചെറിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്.
നിങ്ങൾക്ക് കാണാം നമ്മളെല്ലാ മൈഗ്രേഷൻസും അവിടെ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു പേജ് വന്ന് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഒരു ടു ഡു പ്രോജക്റ്റ് ഇവിടെ ലൈവായിട്ട് ഈ ഒരു URL അവൈലബിൾ ആണ്. ഓക്കെ, ഇത് നമ്മൾ ആ ആപ്പ് നെയിം കൊടുത്ത ആ ഒരു നെയിമാണ് ഇവിടെ കാണാം. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് ചെയ്താൽ ഇപ്പം ഞാൻ ആഡായി. ഇനി എനിക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിവിടെ അപ്ഡേറ്റും ആയി. ഓക്കെ, ഇനി ഇവിടെ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റും ആയി. ഓക്കെ, അപ്പം എല്ലാം വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ആണ്. ഇനി ഒരു കാര്യം ചെയ്യാനുള്ളത്, നമ്മളിവിടെ ഡീബഗ് ഈക്വൽ ടു ഫാൾസ് എന്ന് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഒരു URL എടുക്കണം, അതായത് നമ്മൾ ഡിഫൈൻഡ് ചെയ്യാത്തൊരു URL അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഒരു നമ്മൾ ഡെവലപ്മെൻറ്റിൽ കണ്ടൊരു പേജാണ് കാണുന്നത്. ആ ഒരു ഇതിലും നമ്മളെ ഇൻഫർമേഷനൊക്കെ ഇവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഏതൊക്കെ URLs ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് റിസോഴ്സ് നോട്ട് ഫോർ കാണിക്കാനായിട്ട് നമ്മൾ ഡിബഗ് മോഡ്, നമ്മൾ സെറ്റിങ്സിൽ ഡിബഗ് എന്നുള്ളൊരു മോഡുണ്ട്. അത് ട്രൂ ആണോ, നമ്മൾ ഡെവലപ്മെൻറ്റിൽ ട്രൂ ആയിരുന്നു, അപ്പോൾ നമ്മളത് ഫാൾസ് ആക്കണം. ഇപ്പോൾ പ്രൊഡക്ഷനിലാണ്. നമ്മൾ നേരെ പൈച്ചാമിൽ settings.py മുകളിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഡിബഗ് ഇവരെന്നെ പറയുന്നുണ്ട് ഡോണ്ട് റൺ വിത്ത് ഡിബഗ് ടേൺ ഓൺ ഇൻ പ്രൊഡക്ഷൻ. അപ്പം ജസ്റ്റ് ഇത് എന്ത് ചെയ്താൽ മതി, ഫാൾസ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തിരിച്ച് ഇവിടെ വന്നിട്ട് നിങ്ങളിപ്പം എന്ത് എഡിറ്റ് വരുത്തിയാലും, ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്, നിങ്ങളിപ്പോൾ പ്രൊജക്റ്റിന് എഡിറ്റൊക്കെ വരുത്തുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ എന്ത് എഡിറ്റ് വരുത്തിയാലും, ഇപ്പോൾ ഞാൻ ഇവിടെ ഫാൾസിന് വരുത്തിയ പോലെ, അതല്ലെങ്കിൽ നിങ്ങളിവിടെ ടെംപ്ലേറ്റ് മാറ്റി, അങ്ങനെ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ട 3 സ്റ്റെപ്പാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. എന്ത് എഡിറ്റ് വരുത്തിയാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഗിറ്റ് ഫെമിലിയർ ആണെങ്കിൽ ഇത് പ്രശ്നമല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 കമൻറ്റ്സ്, അതായത് ഗിറ്റ് ആഡ് ഡോട്ട്, അതുപോലെ ഗിറ്റ് കമ്മിറ്റ് -m, നമ്മൾ എന്ത് എഡിറ്റാണ് വരുത്തിയത്, ഞാൻ ജസ്റ്റ് ഡിബഗ് ഫാൾസ് എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഗിറ്റ് പുഷ് ഹെറോക്കു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അവിടുത്തെ ലോക്കൽ റെപ്പോസിറ്ററിയിൽ നിന്ന് ഹെറോക്കുലെ റിമോട്ട് റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യണം. അപ്പം ഞാനൊരു കാര്യം വിട്ടുപോയത്, നിങ്ങളിപ്പം ഈ ഒരു ബ്രാഞ്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നതെങ്കിൽ, നിങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു കമൻറ്റിൽ അടിക്കേണ്ടത്. നിങ്ങൾ പകരം ഗിറ്റ് പുഷ് ഹെറോക്കു ദെൻ ഒരു ഹെറോക്കു മാസ്റ്റർ എന്ന് ഇടണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ബ്രാഞ്ചിൽ നിന്നാണ് പുഷ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ പേര് ഹെറോക്കു എന്ന് ഞാൻ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹെറോക്കു എന്നിട്ട് നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ പേരെന്താണോ അതവിടെ ഇടുക, ഈ ഹെറോക്കു എന്നുള്ള ഭാഗത്ത്, ഇവിടെ ഈ ഭാഗത്ത്. ദെൻ മാസ്റ്റർ എന്നുള്ളത് സെയിം ആണ്, അവിടെ റിമോട്ടിലുള്ള മാസ്റ്റർ ബ്രാഞ്ചിലേക്കാണ് പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫ്രം -2 എന്ന് പറയുന്ന പോലെയാണ്. ഫ്രം ഏത് ബ്രാഞ്ച്, -2 ഏത് ബ്രാഞ്ച്, അവിടെ എപ്പോഴും മാസ്റ്റർ തന്നെയാണ്, ബാക്കിയൊക്കെ സെയിം. അപ്പം നമ്മൾ ഇവിടെ കോപ്പി ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഗിറ്റ് പുഷ് ഹെറോക്കു മാസ്റ്റർ എന്ന് അടിച്ചാൽ ഇവിടുത്തെ മാസ്റ്റർ ബ്രാഞ്ച് എന്നാൽ അവിടുത്തെ മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് പുഷ് ആവും. നമ്മളെ എന്താണോ എഡിറ്റ് വരുത്തിയത് അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു സെയിം പ്രോസസ്സിലൂടെ കടന്നു പോകും. ഓക്കെ, അപ്പം നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു പേജ് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു വിൻഡോ അല്ല കാണിക്കുക, ഇതുപോലെ സ്റ്റാൻഡേർഡ് ഒരു 404 ഫോണ്ട് എന്നുള്ള ഒരു പേജാണ് കാണിച്ചത്. ഓക്കെ, നിങ്ങൾ ആ എഡിറ്റ് ലൈവായിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി ഇത്രയാണ് ഇപ്പം നമ്മളെ ഒരു ഹോസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഇപ്പം ഹെറോക്കുൽ ഈ ഒരു രീതിയിലല്ലാതെയും ചെയ്യാം, അതായത് ഗിറ്റ് ഹബ് ഉപയോഗിച്ചിട്ട് മാത്രം. അതായത് നിങ്ങളെ ഗിറ്റ് ഹബിലേക്ക് നിങ്ങൾ കണ്ടൻറ്റ് എഡിറ്റ് ചെയ്ത് അവിടെ ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്താൽ അവിടുന്ന് ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്യുന്ന ആ ഒരു രീതിയിലും ചെയ്യാറുണ്ട്. ഇതുപോലെയും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിന് ശേഷം heroku.com എന്നുള്ള സൈറ്റിൽ പോയാൽ നിങ്ങളവിടെ ലോഗിൻ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ dashboard.heroku.com എന്നുള്ളൊരു സൈറ്റിലോട്ട് വരും. അവിടെ നിങ്ങളിപ്പം ഇതിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഒരു ലിസ്റ്റ് കാണിക്കും. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പം നിങ്ങളെ ഈ പേരുള്ള ആപ്ലിക്കേഷൻ ലിസ്റ്റ് ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു സ്ക്രീനിലോട്ട് വന്നു. ഇതാണ് നമ്മളവിടെ ഉള്ളൊരു ജസ്റ്റ് ഇൻ്റർഫേസാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം അവർ ഇൻസ്റ്റാൾഡ് ആഡോൺസിൽ നമുക്ക് ഹെറോക്കു പോസ്റ്റ്ഗ്രസ് എന്നുള്ള, ഞാൻ പറഞ്ഞു ഇവിടെ പോസ്റ്റ്ഗ്രസ് ആണ് ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കസ്റ്റം ഡൊമൈൻ ആഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇതിപ്പം അവരൊരു സബ് ഡൊമൈൻ ആണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്, codban.todoList.heroku.com. നിങ്ങൾക്ക് സപ്പോസ് google.com എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡൊമൈൻ വേണമെങ്കിൽ നിങ്ങളിവിടെ ആ ഒരു കസ്റ്റം ഡൊമൈൻ ഇവിടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു DNSൻ്റെ ഒരു ടാർഗറ്റ് ഇവിടെ കിട്ടും. അത് നിങ്ങളവിടെ DNS പ്രൊവൈഡർ അവിടെ നെയിം ആഡ് ചെയ്ത് ആ ഒരു ചെറിയ പ്രോസസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെയാണ് ഈ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഉള്ളത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അവർ കാണിച്ചു തരും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു വീഡിയോൻ്റെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലൈവായിട്ട് നമ്മൾ ഈ ഒരു URL നമ്മളെ പ്രോജക്റ്റ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും എറേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കമൻസിലിടുക, ഞാൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം.
അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ വേറെ വീഡിയോയുമായി വീണ്ടും കാണാം.